ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. യേശുവേ എൻ ചിന്തകളെ നിൻ ചിന്തകളാക്കണമേ. യേശുവേ എൻ ചിന്തകളെ നിൻ ചിന്തകളാക്കണമേ. യേശുവേ എൻ വാക്കുകളെ നിൻ വചനങ്ങളാക്കണമേ. യേശുവേ എൻ വാക്കുകളെ നിൻ വചനങ്ങളാക്കണമേ. ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ശോഭയിലെന്ന ഈ വചന ആരാധന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഈശോയുടെ തിരുമുഖത്തിൻ്റെയും തിരുനാമത്തിൻ്റെയും ഭക്തി നമ്മൾ പഠിക്കുകയും അത് ആസ്വദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സൗഭാഗ്യ സമയമാണ് ഈ ശുശ്രൂഷയുടെ സമയം. കർത്താവ് നമുക്ക് അതിന് അവസരം നൽകിയിരിക്കുന്നതിനെ ഓർത്ത് കർത്താവിന് നമുക്ക് നന്ദി പറയാം. നമ്മൾ ഓരോരുത്തരും ഈശോയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. തിരുമുഖ ഭക്തി നമ്മെ ക്ഷണിക്കുന്നത് ഈശോയുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധത്തിലേക്കാണ്. നമ്മൾ കേവലം അനുഗ്രഹം അന്വേഷിക്കുന്നവരല്ല, കേവലം നമ്മളുടെ നിയോഗങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതിന് പരക്കം പാഞ്ഞ് നടക്കുന്നവരല്ല. നമ്മൾ അന്വേഷിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതമാണ്. ദൈവത്തിൻ്റെ നിയോഗങ്ങൾ പൂർത്തീകരിക്കപ്പെടണം. ക്രിസ്തുവിന് എന്നെക്കുറിച്ച് ചില നിയോഗങ്ങളുണ്ട്. അത് പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് ഈശോയുടെ ആഗ്രഹങ്ങൾ ഏറ്റെടുക്കുന്നു. നമ്മുടെ പദ്ധതികൾ മാറ്റിവെച്ച് ഈശോയുടെ പദ്ധതികൾ നമ്മൾ ഏറ്റെടുക്കുന്നു. ഈശോയുടെ പദ്ധതികളും ഈശോയുടെ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും നമ്മുടെ ജീവിതവും വിട്ടുകൊടുക്കുന്നു. അതാണ് ഈ ശുശ്രൂഷ. നമ്മൾ നമ്മെ തന്നെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുകയാണ്. ഈശോ ജീവിക്കുന്ന ഒരു മനുഷ്യനായി ഞാൻ മാറണം. ഈശോ കാണുന്ന, ഈശോ കേൾക്കുന്ന, ഈശോ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമായി എൻ്റെ വ്യക്തിത്വം രൂപാന്തരപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സമയം മാറ്റിവെക്കുന്നത്. സ്വർഗത്തിൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടണം. പ്രിയപ്പെട്ടവരെ, നമ്മെ ഓരോരുത്തരെയും കുറിച്ച്
ദൈവത്തിന് പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ പരാജയപ്പെടാൻ നമ്മൾ ഇടവരുത്തരുത്. നമ്മെക്കുറിച്ച് ദൈവത്തിന് വലിയ സ്വപ്നങ്ങളുണ്ട്. നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് ധ്യാനിക്കുന്നത്, പഠിക്കുന്നത് ഈശോയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആഗ്രഹത്തെക്കുറിച്ചാണ്. നമ്മൾ വിജയം വരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യനും തോറ്റു പോകരുതെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മാതാപിതാക്കളാണെങ്കിൽ നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾക്ക് ചില സ്വപ്നങ്ങളുണ്ട്. നിങ്ങളുടെ മക്കൾ തോറ്റു പോകരുത് എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിർബന്ധമുണ്ട്, വാശിയുണ്ട്. ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ നിങ്ങളുടെ മക്കൾ തോറ്റുപോയാൽ അതെത്രയോ വേദനിപ്പിക്കുന്നതാണ്, എത്രയോ സങ്കടകരമായ കാര്യമാണ്. ഇതുപോലെ നമ്മുടെ മക്കളെക്കുറിച്ച് അവർ ജയിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുള്ളതുപോലെ, ജയിക്കണമെന്ന് മക്കൾക്ക് ഉള്ള ആഗ്രഹത്തേക്കാൾ കൂടുതലാണ് മക്കൾ ജയിക്കണമെന്ന് മാതാപിതാക്കൾക്കുള്ളത്. അതുപോലെ മക്കളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതയാത്രയിൽ ഉന്നതമായ, അഭിമാനാർഹമായ, ഉജ്ജ്വലമായ വിജയം നേടണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഒത്തിരിയേറെ സന്തോഷം തരുന്ന ഒരു ചിന്തയാണ് ദൈവത്തിൻ്റെ ഈ ആഗ്രഹം. നമ്മൾ ജയിക്കണമെന്ന്. പിശാചിനെതിരെയുള്ള യുദ്ധത്തിൽ, പാപത്തിനെതിരെയുള്ള യുദ്ധത്തിൽ, തിന്മയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ, അതുപോലെ നന്മ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ വിജയം വരിക്കണമെന്ന്, വിശുദ്ധിയിൽ ജീവിക്കുന്നതിൽ നമ്മൾ വിജയം വരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ദൈവിക ജീവനിൽ ലയിച്ചു ചേരാനുള്ള നമ്മളുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ വിജയം വരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക മേഖലകളെ ഭദ്രമാക്കാനുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ വിജയം വരിക്കണമെന്ന്. ഏത് ജോലിയിലാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലികളിലും നിങ്ങൾ വിജയം വരിക്കട്ടെ, നിങ്ങളുടെ ഉദ്യമങ്ങളിൽ നിങ്ങൾ വിജയം വരിക്കട്ടെ എന്നാണ് വചനം ആശംസിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈശോയുടെ തിരുനാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട ഒരു മനോഭാവം ഈശോയുടെ ആഗ്രഹങ്ങളുമായി നമ്മുടെ ഹൃദയം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഈശോയുടെ ചില ആഗ്രഹങ്ങളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ കാണുന്നത് നമ്മൾ വിജയം വരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 21-ാമത്തെ തിരുവചനം. ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ഹല്ലേലൂയ. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈശോ ഈ വലിയ സമ്മാനം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും ആ വിജയം വരിക്കുന്നതിനുള്ള ആ കഷ്ടതകൾ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പ്രചോദനമുണ്ട്. അത് ഈശോ വിജയം വരിച്ച പിതാവിനോടൊപ്പം സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ നമുക്കും അതേ മഹത്വത്തിൽ പങ്കുകാരാകാൻ സാധിക്കും എന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രചോദനം. നമ്മുടെ ജീവിതയാത്രയിൽ തിന്മയെ എതിർക്കുമ്പോൾ, നന്മ ചെയ്യുമ്പോഴൊക്കെ ഒത്തിരി ഏറെ കഷ്ടതകൾ, സഹനങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈശോയുടെ ഈ പ്രതിഫല വാഗ്ദാനം അത് നമുക്ക് പ്രചോദനമാണ്. ഈശോ വിജയം വരിച്ച് മഹത്വത്തിൽ ഇരിക്കുന്നത് പോലെ ഞാനും മഹത്വത്തിൽ ഇരിക്കണമെങ്കിൽ ഞാനും വിജയം വരിച്ചേ മതിയാകൂ. ഹല്ലേലൂയ. അത് ഈശോയുടെ ആഗ്രഹമാണ്. വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ വിജയം വരിക്കേണ്ട ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് ഈശോ പറയുകയാണ്. അത് ആദ്യത്തെ സ്നേഹത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നതിൽ വിജയം വരിക്കണം എന്നതാണ്. എഫെസസിലുള്ള സഭയോട് ദൈവാത്മാവ് അരുളി ചെയ്യുകയാണ്, ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവന് ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. വീണ്ടും ഒരു പ്രോത്സാഹനമാണ്. ദൈവം പ്രോത്സാഹന സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. കാരണം നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഒരു സമ്മാനം പറയുകയാണ്, വിജയം വരിക്കുന്നവന് ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കുമെന്ന്. എഫെസസിലുള്ള സഭയ്ക്ക് എതിരെ ദൈവത്തിനൊരു ആരോപണമുണ്ട്. അത് വെളിപാട് 2:4 നമ്മൾ വായിക്കുന്നത്. നിനക്കെതിരെ എനിക്കൊന്നും പറയാനുണ്ട്, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. ഇനിയിപ്പോൾ സഭയിലുള്ള അംഗങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് വെളിപാട് 2:5. നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക, അനുതപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുതപിച്ച് ആദ്യ സ്നേഹത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുക എന്ന കാര്യത്തിൽ
നമ്മൾ വിജയം വരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. അതാണ് ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് ഈശോയുടെ ഒരു ആഗ്രഹമാണ് സഹനങ്ങളിൽ നമ്മൾ പിടിച്ചു നിൽക്കുന്നതിൽ വിജയം വരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ സ്മിർനായിലെ സഭയോട് പറയാണ്, നീ ഉടനെ സഹിക്കാനിരിക്കുന്നവരെ ഭയപ്പെടരുത്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. മരണം വരെ വിശ്വസ്തനായിരിക്കുക. ജീവൻ്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. വിജയം വരിക്കുന്നവർ രണ്ടാമത്തെ മരണത്തിന് അധീനരാവുകയില്ല. അപ്പോൾ ഈശോ പറയുന്നു, നിനക്ക് ഞെരുക്കമുണ്ടാകും, പക്ഷേ മരണം വരെ വിശ്വസ്തനായിരിക്കുക. അപ്പോൾ നമ്മൾ വിജയം വരിക്കേണ്ട രണ്ടാമത്തെ മേഖലയാണ് സഹനങ്ങളുടെ മേഖലകളിൽ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ. ഒരുപക്ഷെ നമ്മൾ നന്മ ചെയ്തപ്പോൾ മറ്റുള്ളവരത് മനസ്സിലാക്കാതെ നമ്മെ ക്രൂശിക്കുന്ന ചില സമയങ്ങളുണ്ടാകാറുണ്ട്. തെറ്റിദ്ധരിക്കുന്ന, നമ്മളുടെ നല്ല ഉദ്ദേശത്തെ തിന്മയായി വ്യാഖ്യാനിക്കുന്ന, അങ്ങനെ മാനസിക സഹനങ്ങളിലൂടെ, സംഘർഷങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന സമയങ്ങൾ സഭയിലായിരിക്കുമ്പോൾ ഉണ്ടാകാറുണ്ട്, തൊഴിൽ മേഖലയിൽ ഉണ്ടാകാറുണ്ട്, കുടുംബത്തിലുണ്ടാകാറുണ്ട്. ജീവിത പങ്കാളി മനസ്സിലാക്കുന്നില്ല, മക്കൾ മനസ്സിലാക്കുന്നില്ല, മാതാപിതാക്കൾ മനസ്സിലാക്കുന്നില്ല. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയാണ്, ഒറ്റപ്പെടുത്തുകയാണ്. ഞാൻ ഇതിന് നിൽക്കുന്നില്ല, ഞാൻ ഇനി എന്തിന് പ്രാർത്ഥിക്കണം, ഞാൻ ഇനി എന്തിന് മുന്നോട്ട് പോകണം എന്നൊക്കെ ചിന്തിക്കുന്ന സമയങ്ങളിൽ കർത്താവ് നമ്മോട് പറയുകയാണ്, നീ മരണം വരെ പിടിച്ചു നിൽക്കുക, വിശ്വസ്തനായിരിക്കുക, നീ വിജയം വരിക്കുക. നിൻ്റെ സഹനങ്ങളിൽ പിടിച്ചു നിൽക്കുന്നതിൽ നീ വിജയം വരിക്കുക എന്ന് കർത്താവ് നമ്മോട് പറയുന്നു. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ തിരുവചനം, യാക്കോബ് 1:12, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി നമ്മൾ വിജയം വരിക്കേണ്ട ഒരു മേഖലയാണ് അനുതപിക്കുന്നതിൽ വിജയം വരിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനിച്ചതാണ്. നമ്മളെല്ലാവരും അനുതപിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അനുതപിച്ച് നമ്മൾ ഒരു ദിവസവും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നാൻ സാധ്യതയുണ്ട്. ഇനിയും അനുതപിക്കണമോ, ഇനിയും നന്മ ചെയ്യണമോ, ഇനിയും വളരണമോ? കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 16-17 തിരുവചനങ്ങളാണ്, അനുതപിക്കുക, അല്ലെങ്കിൽ നിൻ്റെ അടുത്തേക്ക് ഞാൻ ഉടനെ വന്ന് എൻ്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും. വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്ന നൽകും. അനുതപിക്കുന്നതിൽ വിജയം വരിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ഒരു സമ്മാനം പ്രഖ്യാപിക്കുകയാണ്. അവർക്ക് നിഗൂഢ മന്ന ഞാൻ നൽകും. അവന് ഞാനൊരു വെള്ളക്കല്ലും കൊടുക്കും, അതിലൊരു പുതിയ നാമം കൊത്തിയിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അനുതപിക്കേണ്ട അല്ലെങ്കിൽ വിജയം വരിക്കേണ്ട മൂന്നാമത്തെ മേഖല അനുതപിക്കുന്നതിലാണ്. നാലാമതായിട്ട് ക്രിസ്തുവിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നതിൽ നീ വിജയം വരിക്കണം. വിജയം വരിക്കേണ്ട നാലാമത്തെ മേഖലയാണ് ക്രിസ്തുവിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവായി തീരുന്നതിൽ നീ വിജയം വരിക്കണമെന്നാണ്. വെളിപാടിൻ്റെ പുസ്തകം 2:26 നമ്മളിങ്ങനെ വായിക്കുന്നു, വിജയം വരിക്കുന്നവനും അവസാനം വരെ എൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നവനും ജനപദങ്ങളുടെ മേൽ ഞാൻ അധികാരം നൽകും. പ്രിയപ്പെട്ടവർ, ആർക്കാണ് അധികാരം ലഭിക്കുന്നത്? എൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നവർക്ക്. അതായത് ക്രിസ്തുവിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്ന മനുഷ്യരാണ് വിജയം വരിച്ച മനുഷ്യർ. നമ്മളെപ്പോഴാണ് നമ്മുടെ വിജയം എങ്ങനെയാണ് അളക്കുന്നത്? ഞാൻ ക്രിസ്തുവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നൊരു മനുഷ്യനായി ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിജയം വരിച്ച ഒരാളാണ്. അത് ലോകത്തിൻ്റെ മുൻപിൽ ഒരു തോറ്റു കൊടുക്കുന്നൊരു പ്രവൃത്തിയാണെങ്കിൽ പോലും, ഒരുപക്ഷെ നമ്മളെ ദ്രോഹിച്ചവരെ, നമ്മളെ മാറ്റി നിർത്തിയവരെ ഒക്കെ നമ്മൾ അവരോട് ക്ഷമിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ്. ക്രിസ്തുവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നതിൽ നീ വിജയം വരിക്കുന്നുണ്ടോ എന്നാണ് സ്വർഗം അന്വേഷിക്കുന്നത്. ഈ ഭൂമിയുടെ മാനദണ്ഡങ്ങൾ വെച്ചല്ല നമ്മുടെ വിജയത്തെ ദൈവം അളക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നതിൽ നമ്മൾ വിജയം വരിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. അഞ്ചാമതായി, ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ നമ്മൾ വിജയം വരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. താലന്തുകളുടെ ഉപമയൊക്കെ അതിനെയാണ് സൂചിപ്പിക്കുന്നത്. കർത്താവ് നമ്മെ ഏൽപ്പിച്ചത് അത് വർദ്ധിപ്പിക്കുന്നതിൽ, ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ നമ്മൾ വിജയം വരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയും, വിശ്വസ്തനായിട്ടുള്ള ഭൃത്യ, നീ നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കും എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയുണ്ട്. ഈ മുന്തിരിത്തോട്ടം കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് യജമാനൻ പോവുകയാണ്.
എന്നിട്ട് ആ മുന്തിരിത്തോട്ടത്തിലെ ഫലം സ്വീകരിക്കുന്നതിന് വേണ്ടി തൻ്റെ വൃത്തിരെ അയക്കുമ്പോൾ, തൻ്റെ മകനെ തന്നെ അയക്കുമ്പോൾ, ആരെയാണോ മുന്തിരിത്തോട്ടം ഏൽപ്പിച്ചത് അവർ ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഫലം നൽകാൻ തയ്യാറാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവം തൻ്റെ മുന്തിരിത്തോട്ടം ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മെ ഓരോരുത്തരെയുമാണ്. നമ്മുടെ കുടുംബം ദൈവം നമ്മെ ഏൽപ്പിച്ചൊരു മുന്തിരിത്തോട്ടമാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന ജോലി ദൈവം നമ്മെ ഏൽപ്പിച്ച മുന്തിരിത്തോട്ടമാണ്. ഇന്ന് നമ്മളായിരിക്കുന്ന അവസ്ഥ ദൈവം നമ്മെ ഏൽപ്പിച്ച മുന്തിരിത്തോട്ടമാണ്. നമ്മുടെ ശരീരം ദൈവം നമ്മെ ഏൽപ്പിച്ച മുന്തിരിത്തോട്ടമാണ്. ഈ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ദൈവത്തിന് സ്വീകാര്യമായ ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുകയും അത് സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ടോ? ദൈവം ആഗ്രഹിക്കുകയാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കണമെന്ന്. ആറാമതായി, അവസാനമായി, തിന്മയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ നമ്മൾ വിജയം വരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 41-ാമത്തെ തിരുവചനത്തിൽ ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. തിന്മയ്ക്കെതിരെ നിങ്ങൾ വിജയം വരിക്കണമെങ്കിൽ അതിനൊരു മാർഗം കൂടെ ഈശോ പറഞ്ഞു തരികയാണ്. പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. നിയമാവർത്തന പുസ്തകം 20-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ അതിനെങ്ങനെ പറയുന്നു? നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്ത് വിജയം നേടിത്തരുന്നത്. നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്തത് ഈശോയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആഗ്രഹത്തെക്കുറിച്ചാണ്. നമ്മൾ ഓരോരുത്തരും വിജയം വരിക്കണം. ഈശോയുടെ ഈ ആഗ്രഹം നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ വിജയം വരിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുള്ളതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ളവരും വിജയം വരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ ഈശോയെ പോലെ ആയിത്തീരുന്നത്. നമ്മുടെ ചുറ്റുപാടുമുള്ളവർ അവരുടെ ആദ്യ സ്നേഹം വീണ്ടെടുക്കുന്നതിൽ, അവരുടെ പ്രലോഭനങ്ങളിൽ, സഹനങ്ങളിൽ, പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കുന്നതിൽ, അനുദപിക്കുന്നതിൽ, ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നതിൽ, അവരെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ, തിന്മയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ വിജയം വരിക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ നമുക്ക് ശക്തി ലഭിക്കുകയാണ്. നമ്മുടെ ഈ ജീവിത സമരത്തിൽ പിടിച്ചു നിൽക്കുന്നതിനുള്ളൊരു ശക്തി നമുക്ക് ലഭിക്കുന്നത് ആരാധനയിലൂടെയാണ്. പ്രിയപ്പെട്ടവർ, ഈശോയുടെ തിരുമുഖത്തിൽ നിന്ന് ഒഴുകി വരുന്ന പ്രകാശം നമ്മെ ശക്തിപ്പെടുത്തുന്ന പ്രകാശമാണ്. തിന്മയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ നമുക്ക് ധൈര്യം നൽകുന്ന, ശക്തി നൽകുന്ന കർത്താവിൻ്റെ കൃപ ഇതെപ്പോൾ ഈ ആരാധനയിലൂടെ നമുക്ക് കൈവരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് മധുരം മധുരം, എത്ര മധുരം മധുരം, യേശുനാമം എത്ര മധുരം മധുരം. മധുരം മധുരം, എത്ര മധുരം മധുരം, യേശുനാമം എത്ര മധുരം മധുരം. മധുരം മധുരം, എത്ര മധുരം മധുരം, യേശുനാമം എത്ര മധുരം മധുരം. മധുരം മധുരം, എത്ര മധുരം മധുരം, യേശുനാമം എത്ര മധുരം മധുരം. കരമടിച്ച ശാന്തിദായകം, എത്ര ശാന്തിദായകം, യേശുനാമം എത്ര ശാന്തിദായകം. ശാന്തിദായകം, എത്ര ശാന്തിദായകം, യേശുനാമം എത്ര ശാന്തിദായകം. ശാന്തിദായകം, എത്ര ശാന്തിദായകം, യേശുനാമം എത്ര ശാന്തിദായകം. ശാന്തിദായകം, എത്ര ശാന്തിദായകം, യേശുനാമം എത്ര ശാന്തിദായകം.
സൗഖ്യദായകം എത്ര സൗഖ്യദായകം യേശുനാമം എത്ര സൗഖ്യദായകം സൗഖ്യദായകം എത്ര സൗഖ്യദായകം യേശുനാമം എത്ര സൗഖ്യദായകം ശക്തിദായകം എത്ര ശക്തിദായകം യേശുനാമം എത്ര ശക്തിദായകം ശക്തിദായകം എത്ര ശക്തിദായകം യേശുനാമം എത്ര ശക്തിദായകം മുക്തിദായകം എത്ര മുക്തിദായകം യേശുനാമം എത്ര മുക്തിദായകം മുക്തിദായകം എത്ര മുക്തിദായകം യേശുനാമം എത്ര മുക്തിദായകം മധുരം മധുരം എത്ര മധുരം മധുരം യേശുനാമം എത്ര മധുരം 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 എത്ര മധുരം മധുരം യേശുനാമം എത്ര മധുരം മധുരം ഒരുമിച്ച് പാടാം മധുരം മധുരം എത്ര മധുരം മധുരം യേശുനാമം എത്ര മധുരം മധുരം ഹല്ലേലൂയ 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 ആരാധന 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 ആരാധന. അനേകം മക്കളുടെ ഹൃദയത്തിലേക്ക് വലിയ സമാധാനം കടന്നു വരുന്നൊരു സമയമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ അഭിഷേകം കടന്നു വരുന്നൊരു സമയമാണ്. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. യേശുനാമത്തിൻ്റെ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ തിരുമുഖത്തിൻ്റെ യോഗ്യതകൾ പിതാവായ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. രൂപാന്തരീകരണത്തിൻ്റെ ഒരു അഭിഷേകം ഉണ്ടാവട്ടെ. എല്ലാ കാര്യങ്ങളിൽ വിജയം വരിക്കുന്നവരായി മാറാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സ്തുതിക്കുന്നു. നല്ല കുടുംബജീവിതം നയിക്കുന്നതിൽ, കുടുംബങ്ങൾ തിരുക്കുടുംബം പോലെ ആക്കി തീർക്കുന്നതിൽ, എല്ലാവരും വിജയം വരിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പൗരോഹിത്യ ജീവിതം നയിക്കുന്നവർ, സന്യസ്തര് അവരുടെ ദൈവവിളിയിൽ വിജയം വരിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് മുട്ടുകുത്തി കർത്താവ് നമുക്കിപ്പോൾ നൽകുന്നതൊരു വിജയത്തിൻ്റെ ആശീർവാദമാണ്. നമ്മുടെ വിജയത്തിൻ്റെ ആശീർവാദം, അതുപോലെ മറ്റുള്ളവർ വിജയം വരിക്കണമെന്ന് ആഗ്രഹിക്കാൻ നമ്മുടെ ഉള്ളിൽ പ്രചോദനം നൽകുന്ന, പ്രേരണ നൽകുന്ന, കൃപ നൽകുന്ന ഒരു ആശീർവാദമാണിത്. പ്രിയപ്പെട്ടവരെ, പലതരത്തിൽ പരാജയപ്പെട്ടു പോയ മനുഷ്യരുണ്ട്. നല്ല കുടുംബജീവിതം നയിക്കുന്നതിൽ, കുടുംബജീവിതത്തിൽ വിശ്വസ്തയോടുകൂടെ വ്യാപരിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയവർ, പരീക്ഷകളിൽ പരാജയപ്പെട്ടു പോയവർ, ജോലികൾ ലഭിക്കുന്നതിൽ പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നവർ, എല്ലാവരെയും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. രോഗികളായ ഭവനങ്ങളിലും ആശുപത്രികളിലും കഴിയുന്നവർ, സാമ്പത്തിക മേഖലകളിൽ പരാജയത്തിൻ്റെ കയ്പുനീരുകൾ കുടിക്കുന്നവർ, കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ, കടബാധ്യതകളിലൂടെ ഒക്കെ കടന്നു പോകുന്നവർ, സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതികൾ, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾ, കൈക്കുഞ്ഞുങ്ങൾ, വിദ്യാർത്ഥികൾ, യുവതി യുവാക്കൾ, വിദൂരങ്ങളിൽ, അന്യ സംസ്ഥാനങ്ങളിൽ, വിദേശങ്ങളിലൊക്കെ ആയിരിക്കുന്നവർ, എല്ലാവരെയും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒത്തിരി സ്നേഹത്തോടു കൂടെ നമുക്ക് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിക്കുമ്പോൾ, ഓരോ പ്രാവശ്യം ഈശോയെന്ന് വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈശോയുടെ തിരുമുഖം പതിപ്പിക്കപ്പെടുകയാണെന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. കരങ്ങൾ ഉയർത്തി യേശുനാമം വിളിച്ച് നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം. ഈശോയേ